ആക്സിയം 4 ദൗത്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ പ്രതികരണവുമായി ISROയും സ്പേസ് എക്സും. ആക്സിയവും സ്പേസ് എക്സുമായി സംസാരിക്കുന്നുവെന്നും ബഹിരാകാശ നിലയത്തിലെ റഷ്യൻ മൊഡ്യൂളിലെ പ്രശ്നം പരിഹരിക്കുവാൻ കാത്തിരിക്കുന്നുവെന്നും ഇസ്രോ വ്യക്തമാക്കി. റോക്കറ്റ് പൂർണ്ണ സജ്ജമാണെന്നും വിക്ഷേപണത്തിന് മുന്നോടിയായി നടത്തേണ്ട വൈറ്റ് ഡ്രസ് റിഹേഴ്സലുമടക്കം പൂർത്തിയായെന്നും സ്പേസ് എക്സ് അറിയിച്ചു. നാസയുടെ അനുമതി കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും വിക്ഷേപണത്തിന് തയ്യാറാണ്. റഷ്യയുടെ സ്വെത് മൊഡ്യൂളിൽ മർദ്ദവ്യതിയാനം കണ്ടതോടെയാണ് ആക്സിയം 4 ദൗത്യം മാറ്റിവെക്കാൻ നാസ തീരുമാനിച്ചത്. പരിശോധന തുടരുകയാണെന്ന് അധികൃതർ പറഞ്ഞിരുന്നു. നേരത്തെ 3 തവണ യാത്ര മാറ്റിവെച്ചിരുന്നു. സ്റ്റാറ്റിക് ഫയർ ബൂസ്റ്റർ പരിശോധനയ്ക്കിടെ തിരിച്ചറിഞ്ഞ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച നന്നാക്കുവാൻ സ്പേസ് എക്സ് ടീമുകൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നതിനായി ബുധനാഴ്ചത്തെ ഫാൽക്കൺ 9 ആക്സിയം 4ന്റെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള വിക്ഷേപണം മാറ്റി. പൂർത്തിയായി കഴിഞ്ഞാൽ പുതിയ വിക്ഷേപണ തീയതി അറിയിക്കുമെന്ന് സ്പേസ് എക്സ് അറിയിച്ചിരുന്നു. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ പൗരനാകാനാണ് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശുവിന്റെ ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ആക്സിയം 4 എന്ന് പേരിട്ടിരിക്കുന്ന യാത്ര ലക്ഷ്യം നേടിയാൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകും ശുഭാംശു. ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ കമ്പനിയാണ് യാത്രയുടെ പ്രധാന സംഘാടകർ. US ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റാണ് 4 യാത്രികരുമായി കുതിച്ചുയരുക. ഈ റോക്കറ്റിന്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡ്രാഗൺ C-213 പേടകത്തിലാണ് യാത്രക്കാർ ഇരിക്കുക. പരിചയസമ്പന്നയായ ഗഗനാചാരി പെഗ്ഗി വിറ്റ്സൺ നയിക്കുന്ന യാത്രയിൽ സ്ലാവോസ് വീസ്നീവ്സ്കി, ടിബോർ കാംപു എന്നിവരാണ് മറ്റ് യാത്രികർ. 1984 ഏപ്രിൽ 3-നായിരുന്നു രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര.